ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ റംസാനിൽ ഒറ്റ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് റംസാനിലെ വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ലാഗായി പോകുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും ലാഗ് അടിച്ച് പോകുന്നതാണ്. ചിക്കൻ കറിക്കായിട്ട് 3 കിലോത്തിൻ്റെ കോഴിയായിട്ടാണ് മേടിച്ചത്. 3 കിലോത്തിൻ്റെ കോഴിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പപ്പും കൂടെയൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ മാക്സിമം 2-2.25 അത്രയൊക്കെയായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഇന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പൂച്ചകൾ വന്ന് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇവിടെ നിർത്താൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ചിക്കനിൽ നിന്ന് കുറച്ച് നെയ്ക്കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 2 പീസ് നെയ്ക്കഷ്ണം ഉണ്ട്. ഞാൻ നെയ്ക്കഷ്ണമൊന്നും ഉപയോഗിക്കില്ല കേട്ടോ, കളയുള്ളൂ. ഒരാൾക്ക് കൊടുത്തിട്ട് മറ്റേയാളെ നോക്കി നിർത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടും കൂടി ഭയങ്കര തമ്മിത്തല്ലാവും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നെയ്ക്കഷ്ണം രണ്ടാമത്തെ പൂച്ചയ്ക്കും കൂടി കൊടുത്തിട്ട് ഞാൻ നേരെ വലിയ ഇല പറിക്കാനായിട്ട് വന്ന്. ആകെ ഈ കാണുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളതൊക്കെ വാടിപ്പോയി. എന്താണെന്നറിയില്ല കേട്ടോ, ഇപ്പോൾ ഇതൊന്നും പിടിക്കണില്ല, വെയിലായിട്ടാന്ന് തോന്നുന്നു. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് മല്ലിയിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഓൾറെഡി സവാള, കൊച്ചുള്ളി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേവിച്ച ചിക്കനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പിക്ക് ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഡേ മൈ ലൈഫിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിക്കായിട്ട് ചപ്പാത്തി, പത്തിരി ഇതൊക്കെ ഞാൻ മേടിപ്പിച്ചതാണ് കേട്ടോ. ചിക്കൻ കറി മാത്രമാണ് ഉണ്ടാക്കിയുള്ളൂ. ഇനി എനിക്കൊരു ജ്യൂസ് കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്, മുന്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കണം. തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി, ചിക്കൻ കറിക്കുള്ള ഗ്രേവി സെറ്റാക്കണം മക്കളെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗത്തിലുള്ള എല്ലാവർക്കും ഓക്കെ ബൈ.